യോഹന്നാൻ 4:34 യേശു പറഞ്ഞു, ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കി എന്നെ ഏൽപ്പിച്ച് ജോലി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഈ തിരുവചനം ഇന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന ട്രെയിനിലിരുന്ന് ധ്യാനിച്ചപ്പോൾ നമുക്ക് വിശുദ്ധരിലെ ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ജീവിതത്തിൽ ഓരോരുത്തരിലും കാണാനായിട്ട് ദൈവം നമുക്ക് ഒരുക്കുന്ന ഒരു അവസരമുണ്ട്. മദർ തെരേസയെ എടുത്തു. മദർ തെരേസൻ്റെ ജീവിത സൗകര്യങ്ങളും കോൺഗ്രസിൻ്റെതായിട്ടുള്ള നിയമാവസ്ഥക്ക് അപ്പുറത്ത് തെരുവിലിറങ്ങി രക്ഷിക്കുന്നവർക്കും നിർത്തന നിലമ്പർക്കും വേണ്ടി ജീവിച്ചപ്പോൾ സാവൂളിൽ നിന്ന് പൗലോസായി രൂപാന്തരപ്പെട്ടതുപോലെ വിശുദ്ധ അൽഫോൻസാമ്മ ആ കിടപ്പിലും ഒരു സന്യസ്ത ജോലി ചെയ്യുവാൻ അവസരമില്ല എന്നിരിക്കെ തൻ്റെ സഹനത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആർജിച്ച് ഒരുക്കപ്പെട്ട സഹനത്തെ സ്നേഹിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിണാമമാണ് അവിടെ സംഭവിക്കുന്നത്. ക്ഷമയിൽ നിന്ന് ഒരു പത്രോസായി രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്കത് കണ്ടുമുട്ടുവാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഈ രോഗി മേഖല പുനർജീവൻ സ്ഥാപനവുമായി യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ് സർജറികൾ ഞാൻ നേരിട്ട് ചെന്ന് ഈ നിസ്സഹായാവസ്ഥയിൽ ബന്ധുത്താതികൾക്ക് അപ്പുറത്തൊരു ബന്ധുവായിട്ട് ഒരു അപ്പനായിട്ട് തുറന്നു പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അവരവരുടെ സമയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു സാമ്പത്തിക സ്രോതസ് വരും നീക്കി വെച്ചുകൊണ്ട് ഭക്ഷണമോ സമയമോ ആയിക്കപ്പുറത്ത് ആ സർജറിയെ സ്നേഹിക്കുന്ന ഡോക്ടേഴ്സിനെ ഞാൻ കാണാറുണ്ട്. തെരുവിൽ നിന്ന് മക്കൾ അവശരായി കാണുമ്പോൾ എത്ര അവശനായ ഞാനും അവരെ എടുത്തു വന്ന് മുടിവെട്ടി കുളിപ്പിച്ച് മുറിവെച്ച് കിട്ടി കൊടുക്കുമ്പോൾ എൻ്റെ ആവശ്യത മാറ്റി തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നൽകുന്ന ആത്മീയ ഭക്ഷണം, നിത്യജീവൻ്റെ സംതൃപ്തി അതനുഭവിച്ചാലാണ് യോഹന്നാൻ 4:34 പൂർത്തീകരണമാവുകയുള്ളൂ. അതാണ് സകല വിശുദ്ധരുടെ ജീവിത സാഹചര്യത്തിലെടുത്താലും എല്ലാം മറന്ന പരിശുദ്ധ തീർത്ഥത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിത്വത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഓരോരുത്തർക്കും അതനുഭവിക്കാം. യോഹന്നാൻ 4:34